യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പ്രാധാന്യമുള്ള ദൈവവചന ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാമല്ലോ. കർത്താവ് പറഞ്ഞിട്ടുള്ള പല ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളിലൊന്ന് നമ്മുടെ ചിന്തയ്ക്ക് ഇന്ന് പകൽക്കാലം വിഷയീഭവിക്കുകയാണ്. നമുക്ക് അറിയാം, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറയുന്നതായിട്ടുള്ള ഈ ഭാഗം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയും അങ്ങനെ തുടർന്ന് കർത്താവ് സംസാരിക്കുന്ന വാക്കുകളുമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കർത്താവ് ഒരു നിർജ്ജന പ്രദേശത്താണ് പോയിട്ട് മടങ്ങി കഫർനഹൂമിലേക്ക് അദ്ദേഹം കടന്നു വന്നു എന്നുള്ളതും, ഇന്നലെ തന്നെ നമ്മൾ ചിന്തിച്ചു കർത്താവ് കടലിന്മേൽ കടന്നു വന്നു എന്നുള്ളതും ഒരു പക്ഷേ അവർ ഗ്രഹിച്ചിരിക്കാം. കാരണം ശിഷ്യന്മാർ തനിയെ പോയെന്നും കർത്താവ് ഒരുമിച്ച് പോയില്ല എന്നും, എന്നാൽ കർത്താവ് എങ്ങനെ ഇക്കരെ എത്തി എന്നുള്ളതും അവർ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഇത്ര താല്പര്യത്തോടെ നിങ്ങൾ വന്ന് അന്വേഷിച്ചല്ലോ, എന്നാൽ ഇത്ര താല്പര്യത്തോടെ അന്വേഷിക്കാനുള്ള കാരണം എന്താ? കർത്താവ് പറയുന്നത്, അത് നിങ്ങളുടെ ആത്മീയ താല്പര്യമല്ല. ഈ ജീവിതം കേവലം നശ്വരമാണെന്നും ഇത് ഏത് നിമിഷവും തകർന്നു പോകാവുന്ന ഒരു വെള്ളക്കുമിള പോലെ മാത്രമേ ഉള്ളെന്നും, നമ്മൾ ഇതിൽ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന സെക്യൂരിറ്റിയും അതിലെ ശ്രേഷ്ഠതകളും അതിൻ്റെ നന്മകളും എല്ലാം ഒരു മരീചിക പോലെ മാറിപ്പോകുന്നതാണെന്നും ഏത് വ്യക്തിയും ഒരു നിമിഷം ഇരുന്ന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവന് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്നാലും ഈ തകർന്നു പോകുന്ന അവന് ഉറപ്പായിട്ട് അറിയാവുന്ന ഈ ജീവിതത്തെക്കുറിച്ച് തന്നെ പല സ്വപ്നങ്ങളും നെയ്തും അതിൻ്റെ ഭാസുരമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയും ഒക്കെ അശ്രാന്തം പരിശ്രമിക്കുകയും ഓടുകയും ചെയ്യുന്ന മനുഷ്യനെയാണ് അന്നും ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം ഇരുന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എൻ്റെ നിലനിൽപ്പിന് വല്ല അർത്ഥവുമുണ്ടോ? എനിക്കൊരു ആത്മാവുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന നന്മകളും തിന്മകളും ഒക്കെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്? ആത്യന്തികമായിട്ട് എൻ്റെ ഭാവി എന്താണ്? എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടോ? ദൈവം കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ മരണശേഷം എൻ്റെ അവസ്ഥ എന്താകും? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ ചോദ്യങ്ങൾക്ക് നേരെ അവന് ഒരു നിർവികാരമായിട്ട് കണ്ണടയ്ക്കാൻ പറ്റിയ ചോദ്യങ്ങളൊന്നും അല്ലെന്നും അവൻ്റെ ജീവിതത്തിൽ വളരെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണെന്നും അറിയാമെങ്കിലും അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നമുക്ക് അന്നും ഇന്നും നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ഇത്തരം ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഭൗതിക നേട്ടമുണ്ടാകുമെങ്കിൽ നമുക്കതൊക്കെ ചിന്തിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ പോയി പണി നോക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ആ നിലയിലാണ് കാര്യങ്ങളെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഇത്രയും അത്ഭുത പ്രവർത്തികൾ നമുക്കറിയാം. കർത്താവ് ൻ്റെ അത്ഭുത പ്രവർത്തികളെ കാനാവിലെ കല്യാണം മുതൽ ഇവിടെ ചില അത്ഭുത പ്രവർത്തികൾ കർത്താവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പി 5-ാം അധ്യായത്തിൽ യെരുശലേമിൽ വെച്ച് അദ്ദേഹം ബെഥേസ്ദ എന്ന അവിടെ വെച്ച് ചെയ്ത അത്ഭുതം, ഇതൊക്കെ യോഹന്നാൻ തിരഞ്ഞെടുത്ത് എഴുതുമ്പോൾ എന്ന് മാത്രമല്ല, കർത്താവിനെ അന്വേഷിച്ച് വന്ന പുറകെ തേടി വന്ന ഒരു ജനക്കൂട്ടത്തിനോടാണ് കർത്താവ് ഇത് സംസാരിക്കുന്നതെന്നും, അങ്ങനെ അവരോട് മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടി ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്തതിന് ശേഷവും കർത്താവ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷവും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് പ്രവർത്തിക്കണം? ഞങ്ങൾ എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണ്? അപ്പോൾ അവരിപ്പോഴും ചിന്തിക്കുന്നത് തങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, അതിന് പകരമായിട്ട് ദൈവം തിരിച്ചും ചില നന്മകൾ ചെയ്യുക. ഈ നമ്മൾ സാധാരണ പറയുന്ന പോലെ ബാർട്ടർ സിസ്റ്റം പോലെയാണ് ദൈവസന്നിധിയിൽ അവർ ചെന്ന് നിൽക്കുന്നത്. കാരണം ഞങ്ങൾ ചെയ്തോളാം, ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറ, അതനുസരിച്ച് ഞങ്ങൾ ചെയ്യാം. അപ്പോൾ എന്നാൽ ഈ കൃപയാൽ അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും അവരൊന്നും പകരം തരേണ്ട, അവരുടെ ജീവിതം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, അവർക്ക് നിത്യത നൽകാനായിട്ട് ഈ കർത്താവിന് കഴിയും. അതിലേക്ക് വേണ്ടി അവരുടെ കണ്ണുകളെ തുറപ്പിക്കാനാണ് കർത്താവ് അവിടെ കടന്നു വന്നതെന്നും, എന്നാൽ അത്തരം ഒരു കാര്യത്തിലേക്കല്ല
ഒരുപക്ഷെ അവരോട് പറയുക, വളരെ കാഠിന്യമുള്ള ഒരു പ്രവൃത്തി അന്നേരം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ചെയ്തേനെ. എന്തെങ്കിലും പറയുക, ഈ ഹിമാലയത്തിലുള്ള ഈ ഒരു കുന്നെടുത്ത് കൊണ്ടുപോയി പസഫിക് സമുദ്രത്തിൽ ഇടന്ന് പറഞ്ഞാലും വേണമെങ്കിൽ അവർ പരിശ്രമിച്ചേനെ. എന്നാൽ ഈ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഈ രക്ഷ സൗജന്യമാണെന്നും വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നുമുള്ള ആ മെസ്സേജും അവരുടെ രക്ഷയെക്കുറിച്ച് അവർ തലപുകയുമ്പോൾ അതിനേക്കാൾ അധികമായിട്ട് ദൈവം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നെന്നും മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നെന്നും അവൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം ഒരു മാർഗം ഒരുക്കുന്നെന്നുമുള്ള മെസ്സേജാണ് കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിലും അതിൻ്റെ 5 അയലത്ത് പോലും ഇവരെത്തുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ എന്തോ ചെയ്യണം, ഞങ്ങൾ ഇനിയും കണ്ടു വിശ്വസിക്കേണ്ടതിന് നീ വിശ്വസിക്കുകയാണോ ചെയ്യേണ്ടത്, കണ്ടു വിശ്വസിക്കുന്നതിന് നീ എന്തടയാളം ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു കഠിന വാക്കായിട്ട് നമുക്ക് തോന്നാനായിട്ട് ഇടയായിട്ട് തീരും. നമുക്കറിയാമല്ലോ, ഇതിന് സിമിലറായിട്ടുള്ളൊരു പോർഷനാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ശമര്യക്കാരി സ്ത്രീയുമായിട്ട് കർത്താവ് സംസാരിക്കുന്നതായിട്ടുള്ള കാര്യം. എന്നാൽ ആ സ്ത്രീയോട് സംസാരിക്കുമ്പോഴും ആ സ്ത്രീ ആദ്യം അവളുടെ പല പാരമ്പര്യങ്ങൾ, യാക്കോബ് കൊടുത്ത കിണർ, ഈ മലയിൽ ആരാധിക്കണമെന്നുള്ള അവരുടെ പാരമ്പര്യം, അതുപോലെ ഈ വിഷയങ്ങളെല്ലാം മശിഹ വരുന്നു എന്നുള്ള കാര്യം വരെ അവൾക്കറിയാം എന്നുള്ളത് നമുക്കറിയാം. ഇത്തരം അവൾക്ക് അന്ന് ലഭ്യമായിരുന്ന, അവൾക്ക് അവൈലബിൾ ആയിരുന്ന അവളുടെ പാരമ്പര്യങ്ങളൊക്കെ വെച്ചിട്ട് താനും അത്ര മോശക്കാരിയൊന്നും അല്ല ഒരു മേമ്പടിയായിട്ട് ചില കാര്യങ്ങൾ കാണിക്കാനാണ് അവൾ ആദ്യം ശ്രമിച്ചതെങ്കിലും കർത്താവിൻ്റെ വാക്കുകളുടെ മുന്നിൽ അവളുടെ പാരമ്പര്യവാദവും മറ്റെല്ലാ ദുരഭിമാനങ്ങളും താഴെ വീഴുകയും അവൾ ആരാണ്, എന്താണ് എന്ന് ദൈവസന്നിധിയിൽ വെളിപ്പെടുകയും ചെയ്ത ഒരു കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ നമുക്കറിയാമല്ലോ, കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ വിജാതീയരായിട്ടുള്ള ആൾക്കാരോട് കർത്താവ് പ്രസംഗിക്കുകയും പറയുകയും ചെയ്തപ്പം അവർക്കത് അക്സെപ്റ്റബിൾ ആയിരുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ പോലും കാണാത്ത ചില വിശ്വാസമെന്ന് പറഞ്ഞ് ശതാധിപൻ്റെയും അതുപോലെ സിറോഫനീക്കക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെയും ഒക്കെ പുകഴ്ത്തുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ ഇസ്രായേൽ മക്കളുടെ അടുത്ത് വരുമ്പോൾ ഒന്നും കൂടെ പാരമ്പര്യമുള്ളവരും എഴുതപ്പെട്ട ദൈവവചനം കയ്യിൽ ലഭിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ഈ കൂട്ടത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് പലതും അവരുടെ ഈ പാരമ്പര്യങ്ങളെ പെനട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ദയനീയമായ കാഴ്ചയാണ് നമുക്കിവിടെ. ഇത് എന്ത് അത്ഭുതങ്ങൾ വേണമെങ്കിലും ചെയ്തോ, ഉടനെ അവർ പറയും, ഇതൊക്കെ എന്നാ ഉണ്ട്. ഞങ്ങളുടെ ഈ നാട്ടിൽ ഈ കൂടുതൽ കുടിയേറ്റക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് കൂടുതൽ ഉള്ളത്. കാരണം ഞങ്ങളുടെ ഈ നാട്ടിലൊന്നും പണ്ട് കപ്പയെന്ന് പറയുന്ന സാധനം അറിയത്തില്ലായിരുന്നു. ഇവിടെ മറ്റേ വള്ളിക്കിഴങ്ങ് ഇതുപോലുള്ള കിഴങ്ങുകളൊക്കെ ഇവിടെ നടുവായിരുന്ന കപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോട്ടയംകാരായിട്ടുള്ള ചേട്ടന്മാരെന്നാണ് വിളിക്കുന്നത്. ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള കുടിയേറ്റക്കാരെ ചേട്ടന്മാരെന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ നാട്ടുകാർ കളിയാക്കി വിളിക്കുന്ന പണ്ടത്തെ വിളി എന്ന് പറയുന്നത് പൂളക്കിഴങ്ങെന്നാണ് ഈ കിഴങ്ങിന് കപ്പയ്ക്ക് പറയുന്നത്, പൂള. അപ്പോൾ പൂളച്ചേട്ടൻ എന്നായിരുന്നു പണ്ട് കാലത്തുള്ള പേര്. അപ്പോൾ ഈ പൂളച്ചേട്ടന്മാരുടെ വലിയൊരു ഡയലോഗുണ്ട്. അത് ഇവിടെ എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഈ നോർത്ത് കേരളയിലോ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാലും അവർ ഉടനെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇതൊക്കെ ഞങ്ങളുടെ കാട്ടയത്ത് വരണം, അവിടെ വന്നാൽ കാണാം ഇതൊക്കെ. ഇവിടെ ഒന്നും ഉള്ളത് ഒന്നുമല്ല, എല്ലാത്തിൻ്റെ ഒറിജിനൽ ഇരിക്കുന്നത് കോട്ടയത്താണ്. ഒരു പ്രശസ്തമായിട്ടുള്ള ഡയലോഗുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വല്ലയിടത്തുമൊക്കെ നിൽക്കുമ്പോൾ ഇത് കേൾക്കാം. ഇന്നല്ല, ഇപ്പോഴാരും അങ്ങനെ പറയുന്നില്ല. പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. കാരണം ഞാനും ഇങ്ങനെ തിരുവിതാംകൂറിൽ നിന്ന് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് കളിയാക്കാനായിട്ട് ഇതൊക്കെ എന്നാ ഉണ്ട്, ഞങ്ങളുടെ കാട്ടയത്തല്ലേ എന്ന് പറയുന്നത് പോലെയാ എനിക്ക് അതേ ഒരു ഡയലോഗ് എനിക്ക് ഈ ഭാഗത്ത് ഈ കർത്താവിനോട് വന്ന് ചോദിക്കുന്ന കാര്യം കേൾക്കുമ്പോഴും കാണുന്നത്. കാരണം ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതൊക്കെ എന്നാ ഉണ്ട്, ഇതൊക്കെ ഈസ് ഇറ്റ് വർത്ത് കമ്പയറബിൾ ടു അവർ ട്രഡീഷൻ? ഞങ്ങളുടെ പാരമ്പര്യത്തോടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഉള്ള ട്രഡീഷനോട് ഇതൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റുമോ? 40 വർഷം ഒരു ജനതതിക്ക് മുഴുവൻ 5000 പേർക്കൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മന്ന കൊടുത്ത് സ്വർഗത്തിൽ നിന്നുള്ള മന്ന കൊടുത്ത പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ആ ആൾക്കാരുടെ അടുത്താണ് ഇപ്പം കൊല്ലക്കടയിൽ സൂചി വിൽക്കാൻ വന്നെന്ന് പറയുന്ന പോലെ ഇദ്ദേഹം വന്ന് ഇപ്പം 5000 പേരെ പോഷിപ്പിച്ചിട്ട് വലിയ വലിയ ക്ലെയിംസ് നടത്തുന്നത്. എന്നാൽ ഇതൊന്നും ഞങ്ങൾ വലിയ ക്ലെയിമായിട്ട് എടുക്കുന്നില്ല, ഇതൊന്നും വലിയ അത്ഭുതമായിട്ടും സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന്, ഇത്രയും പാരമ്പര്യമുള്ള ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് എന്നാ അടയാളമാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞേ. കാരണം ഇത് ഈസ് ഇറ്റ് വർത്ത് കമ്പയറബിൾ ടു മോസസ്, വാട്ട് മോസസ് ഡിഡ് ഇൻ ദ ഡെസേർട്ട്? മോശെ മരുഭൂമിയിൽ ചെയ്ത ആ അത്ഭുതത്തോട് ഇത് ഏതെങ്കിലും നിലയിൽ കമ്പയറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ
താങ്കൾ ഈ പറയുന്നത്? എന്ത് അത്ഭുതമാ ഈ ചെയ്യുന്നത് എന്ന് കർത്താവിനോട് അവർ ചോദിക്കുന്നത് കേൾക്കുമ്പം കർത്താവ് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മളവിടെ വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇതിനേക്കാളും വലിയ സാക്ഷ്യങ്ങൾ എനിക്കുണ്ട്, എൻ്റെ പിതാവ് എനിക്ക് നിവർത്തിപ്പാൻ തന്ന അത്ഭുത പ്രവൃത്തികൾ തന്നെ എന്ന് കർത്താവ് പറഞ്ഞെങ്കിലും ഇത് ഈ പാരമ്പര്യവാദികളുടെ അടുത്തും കണ്ണ് അന്ധമായിട്ടിരിക്കുന്ന യഹൂദന്മാരുടെ അടുത്തും കേവലം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കും അങ്ങനെയുള്ള കാഴ്ചപ്പാട് മാത്രമുള്ള അവരുടെ മുന്നിലൊന്നും ഇത് വിലപ്പോയില്ല എന്നുള്ളൊരു അർത്ഥം, ഒരു കാര്യം നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. നമ്മുടെ ഈ നാട്ടിലെ ചേട്ടന്മാർ പറഞ്ഞ പോലെ അതെല്ലാം അങ്ങ് കോട്ടയത്തല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മോശയുടെ കാലത്ത് വരണം. അതാണ് അത്ഭുതം. ഇതെന്തോന്ന് സ്വർഗത്തിലെ അപ്പം, അതാണ് സ്വർഗത്തിലെ അപ്പം തിന്ന ആൾക്കാരാന്ന് പറഞ്ഞത്. ഈ മന്ന ഈ തുച്ഛമായ ഈ ഒന്നിനും പോരാത്ത മന്ന എന്തിന് എന്നവർ ചോദിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. തേൻ ചേർത്ത കൊത്തമ്പാലരി പോലെയുന്നു, അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ ടേസ്റ്റിനെ പറ്റിയും ദോശ പോലെ അവരുണ്ടാക്കിയത് തിന്നു എന്നൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും ഈ അല്പമല്ലാത്ത ഈ നിസ്സാരമായ മന്ന എന്തിന് എന്നവർ പറഞ്ഞ് പിറുപുറത്തതായിട്ട് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, അങ്ങനെ ഇപ്പോഴതിനെപ്പറ്റി പറഞ്ഞ് പുകഴ്ത്തുകയാണ്. ഈ യവത്തപ്പം, ഈ വളരെ റഫായിട്ടുള്ള പാവങ്ങൾ തിന്നുന്ന ഈ യവത്തപ്പം ഞങ്ങൾക്ക് മുറിച്ച് തന്നേനാണ് ഇത്ര വലിയ ഇതിടുന്നത്, വലിയ സംഭവം സംഭവിച്ച പോലെ പറയുന്നത് എന്നൊരു നിലയിൽ കർത്താവിനെ അവർ പിന്നെയും കോൺഫ്രണ്ട് ചെയ്യുന്നതായിട്ടും ഒരു ബീലിറ്റ്ലിംഗ് ആറ്റിറ്റ്യൂഡിലാണ് അവർ സംസാരിക്കുന്നത് എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് കർത്താവിനോട് അവർ പറഞ്ഞ് കർത്താവിനെ കോൺഫ്രണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് നിങ്ങൾ വിചാരിക്കും മോശയാണ് അത് തന്നതെന്ന്, എന്നാൽ അതിനെക്കുറിച്ചുള്ള മന്നയെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ തുടർന്ന് വെളിപ്പെടുത്തുന്നത് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത് പറയുന്നത്, എൻ്റെ പിതാവാകുന്നു നിങ്ങൾക്കത് തന്നത്, മോശയല്ല. മോശ അതിനൊരു ഏജൻ്റായിട്ട്, അതിനൊരു മീഡിയേറ്ററായിട്ട് നിന്നു ദൈവസന്നിധിയിൽ അത് നിങ്ങൾക്ക് നേടിത്തന്നു, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്കത് തന്നു. അതിനൊരു മീഡിയേറ്റർ പോലെ മാത്രമാണ് മോശ ഉണ്ടായിരുന്നത്. സാക്ഷാൽ നിങ്ങൾക്ക് ആ അപ്പം തന്നത് എൻ്റെ പിതാവാകുന്നു എന്ന് അവരോട് പറയുക. എൻ്റെ പിതാവാകുന്നു നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞതിലൂടെ ഈ മന്നെ അവർക്ക് കൊടുത്തതായിട്ടുള്ള ആ അത്ഭുതം, അല്ലെങ്കിൽ മന്നെ അവർക്ക് കൊടുത്തതായിട്ടുള്ള കാര്യം, അത് ദൈവത്തിൻ്റെ അറിവിലും അല്ലെങ്കിൽ മോശ ചെയ്ത എന്തെങ്കിലും ഒരു പ്രത്യേകതയല്ല, മറിച്ച് ദൈവം തന്നെയാണ് തന്നതെന്നും ഒരു നിലയിൽ യേശു കർത്താവ് തന്നെ ദൈവത്തിന് തുല്യനാക്കുകയും മോശയേക്കാൾ വലിയവനാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്നവർക്ക് ഏകദേശം അവിടെ വെച്ച് മനസ്സിലായി എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്ന് മാത്രമല്ല, സ്വർഗത്തിനുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാലപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്നുള്ള സത്യം അവരോട് പറയുക. അപ്പം നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതലേ തന്നെ നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാര്യമാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം നമുക്കറിയാമല്ലോ, അത് ഉദ്ദേശിക്കുന്നത് ജീവൻ എന്നുള്ള അർത്ഥത്തിൽ കേവലം നമ്മുടെ ഈ ജീവനെക്കുറിച്ചല്ലെന്നും നിശ്ചയമായിട്ടും കർത്താവ് ജീവൻ ആധാരമാണ്, എന്നാൽ നിത്യജീവന്റെ അനുഭവം, ഒരു നിത്യതയുടെ അനുഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നതെന്നും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നും കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതേ നിലവാരത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ മന്നയെക്കുറിച്ച് തന്നെ തുടർന്ന് അതിൻ്റെ ഇതേ അധ്യായത്തിൻ്റെ 49-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. അപ്പം മന്നയെക്കുറിച്ചുള്ള ഒരു കാര്യം അവിടെ വെളിപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ മന്നയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ മന്ന തിന്നവർ മരുഭൂമിയിൽ മരിച്ചുപോയി. ആ മിസ്രയീം വിട്ട് ഇസ്രയേലിലെ ഈ കനാനിലേക്ക് വന്ന 2 പേരൊഴികെ ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി എന്നുള്ളൊരു സത്യവും, ഈ ഭൗതികമായിട്ട് അവർക്ക് നൽകപ്പെട്ട ആ ഭക്ഷണത്തിന് ഭൗതികമായിട്ട് മാത്രമേ അവരെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞുള്ളൂ, എന്നാൽ അവർ തിന്നവരൊക്കെ അത് മരിച്ചുപോയി. ഈ മന്ന തിന്നവരൊക്കെ പിതാക്കന്മാർ മരിച്ചുപോയി എന്നുള്ളൊരു സത്യവും, എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും നിത്യജീവൻ നൽകാനായിട്ടുള്ള അപ്പമായിട്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവരോട് പറയുക. നമുക്ക് അറിയാമല്ലോ,
ഒരു 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 താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയുടെ മുന്നിൽ ഇത് പറയുന്ന പോലെ ആയിരിക്കാം ഒരുപക്ഷെ അവർ കേട്ടിരിക്കുന്നത്. എന്നാൽ തന്നെ കർത്താവ് അവിടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ്റെ മൂലം ജീവിക്കും എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. 4-ാം അധ്യായത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടു. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ അത് അവങ്കിൽ നിന്ന് പൊങ്ങി വരുന്ന നീരുറവയായിട്ട് തീരും, അവനിനി ദാഹിക്കയില്ല എന്ന് കർത്താവ് അവിടെ ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നതായിട്ട് നമുക്ക്. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഈ അപ്പത്തെക്കുറിച്ച് ഇവിടെ പറയുക. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് ഉള്ള കർത്താവിന്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. നമുക്കറിയാം, എല്ലാവരും വയറിൻ്റെ വിശപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും ഇതിനു മുന്നേ നമ്മളിവിടെ ചിന്തിച്ച പോലെ ഈ അരച്ചാൻ വയറിൻ്റെ കാര്യം മാത്രമേ വിചാരിക്കുന്നുള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ അന്തരാത്മാവിൽ കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജീവനുള്ള ദൈവത്തിന് കൊണ്ട് മാത്രം നിറയപ്പെടാൻ കഴിയുന്നതായിട്ടുള്ളൊരു ശൂന്യാവസ്ഥ അവൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് നമ്മൾ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരു ആന്തരികമായ വിശപ്പുണ്ട്, മനുഷ്യൻ്റെ ആത്മാവിന് വിശപ്പുണ്ട്. ദൈവത്തിൻ്റെ വചനം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും അവൻ ജീവിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ഈ ശരീരത്തിന് ഈ നമ്മൾ കഴിക്കുന്ന ഈ യവത്തപ്പവും ഈ പറഞ്ഞ അപ്പവും ബാക്കിയുള്ള അപ്പങ്ങളും ഒക്കെ ഊർജം പകരുന്നത് പോലെ തന്നെ ആത്മാവിൽ ഊർജം പകരാൻ കഴിയുന്നതും ആത്മാവിൽ ഒരു വ്യക്തിയെ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നടത്താൻ കഴിയുന്നതുമായിട്ടുള്ള ശക്തിയുള്ള കാര്യമാണ് ഈ ദൈവത്തിൻ്റെ വചനമെന്നും. ദൈവത്തിൻ്റെ വചനത്തെ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പല ഉപമകൾ നമ്മൾ ചിന്തിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം എന്തുമാത്രമാണെന്നും ആ ഒരു വ്യക്തിയെ ഏത് നിലയിൽ അത് ബലപ്പെടുത്തുന്നു എന്നുള്ളതും നമ്മളവിടെ വളരെ സവിസ്തരം നമ്മൾ കാണാനായിട്ട് പഠിക്കാനായിട്ടൊക്കെ ഇടയായിട്ട് തീർന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം പ്രവേശിച്ചാൽ അവനിൽ അത് ആത്മീയമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും അവൻ്റെ കുറവെന്താണെന്ന് അവന് മനസ്സിലാകുകയും അവനൊരു പാപിയാണെന്ന് അവന് ദൈവസന്നിധിയിൽ ബോധ്യമാകുകയും അവനെ മാനസാന്തരത്തിലേക്ക് നടത്താനും ആ മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടുന്ന വ്യക്തി യേശുവിൽ വിശ്വസിക്കാനും ഇടയായി തീരത്തക്കവണ്ണം അവനിൽ പ്രവർത്തിക്കാനായിട്ട് ഈ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു ശക്തി അതിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചവരാണ് എന്നൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പത്രോസിയുടെ ലേഖനത്തിൽ വായിക്കുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് നൽകാനായിട്ട് കടന്നു വന്നത്. ഞാൻ ഈ 5000 പേർക്ക് ഇത് കൊടുത്തത് ഉദ്ദേശം അത് 40 വർഷത്തേക്കോ ഇനി മോശയെ തോൽപ്പിക്കാനായിട്ട് ഒരു 50 വർഷം കൊടുത്തേക്കാം എന്നുള്ള നിലയിൽ അത് കാണിക്കാനല്ല കടന്നു വന്നത്. നിങ്ങളുടെ ദൃഷ്ടികൾ, നിങ്ങളുടെ ശ്രദ്ധ വേറൊരു വലിയ ആത്മീയ സത്യത്തിലേക്ക് തിരിക്കാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അത് ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്നും നിങ്ങളെ നിത്യജീവനിലേക്ക് നടത്തുവാനായിട്ട് ദൈവത്തിൽ നകന്ന് പാപത്താൽ ദൈവത്തിൽ നകന്ന് ജീവിച്ചിരിക്കുന്ന ഈ ഓരോ വ്യക്തികളെയും നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നടത്താനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അത് ഞാനാണ് ആ ജീവന്റെ അപ്പം. നമുക്കറിയാം കർത്താവിൻ്റെ അയാം സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ വഴി കാണിക്കാം, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരാം, ഞാൻ നിങ്ങൾക്ക് സത്യം എന്താണെന്ന് പറഞ്ഞു തരാം, ഞാൻ എന്താ വഴിയെന്ന് പറഞ്ഞു തരാം, ഞാൻ പുനരുത്ഥാനം എന്താണെന്ന് പറഞ്ഞു തരാം, ഞാൻ ജീവന്റെ അപ്പം കുറച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാം എന്നല്ല പറഞ്ഞത്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ജീവജലമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ നല്ല മുന്തിരിവള്ളിയാകുന്നു എന്നുള്ള കർത്താവിൻ്റെ അയാം സ്റ്റേറ്റ്മെൻറ്റ്സ് 7 നമുക്ക് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് വേറെ ആരെങ്കിലും കൊണ്ട് കാണിക്കാമെന്നോ ഞാൻ പറഞ്ഞു തരാമെന്നോ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയെന്നോ അല്ല പറഞ്ഞേക്കുന്നത്. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ, ഞാൻ നല്ല ഇടയനാകുന്നു, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ അവൻ നിത്യജീവൻ കണ്ടെത്തും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവിനോടുള്ള ആ പൂർണ്ണമായിട്ടുള്ള ചേർച്ചയും കർത്താവിൽ വിശ്വാസത്താൽ കർത്താവുമായിട്ട് നമ്മൾ ഐക്യപ്പെടുന്ന ഒരു അനുഭവവുമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ചില പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കാനല്ല
നമുക്കറിയാം നിക്കോദിമോസിനോട് സംസാരിച്ചപ്പോൾ തന്നെ നല്ല ഗുരു എന്ന് പറഞ്ഞപ്പോൾ അതിലങ്ങ് വീണു പോകാതെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു കുറെ പ്രിൻസിപ്പിൾ പറയാനല്ല ഞാൻ വന്നത്, ഞാൻ നിന്നെ രക്ഷിക്കാനാണ്, രക്ഷകനായിട്ടാണ് കടന്നു വന്നത്. വേറെ അർത്ഥത്തിൽ നമ്മൾ സാധാരണഗതി സിമ്പിളായിട്ട് പറയുന്ന പോലെ വെള്ളത്തിൽ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് മുങ്ങിച്ചാകാൻ പോകുന്നവനോട് അവിടെ നിന്നുകൊണ്ട് സൈഡിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഫോഴ്സ് ഓഫ് ബോയൻസി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടെ വെയിറ്റ് താഴത്തോട്ട് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഇക്വിലിബ്രിയം ഡയഗ്രാം ഒന്നും വരച്ച് കാണിച്ച് അവനെ പഠിപ്പിക്കാനല്ല പോകുന്നത്. അന്നേരം ആ കയ്യും കാലും ഇട്ട് അടിക്കുന്ന ഒരുത്തനെ ചാടി രക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഒരു രക്ഷകൻ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം കർത്താവ് നമ്മുടെ ആ രക്ഷകനായിട്ടാണ്, അവനിലൂടെ പ്രവേശിക്കുന്നവൻ, അവനെ തിന്നുന്നവൻ, അവനെ വിശ്വസിക്കുക, അത് കാണിക്കുന്നത് പൂർണ്ണമായിട്ടും കർത്താവിനെ ഉൾക്കൊണ്ട് അവൻ്റെ ഹിതം മാത്രം ചെയ്ത് അവൻ്റെ ഹിതപ്രകാരം മാത്രം ജീവിക്കാൻ തക്കവണ്ണം തങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ തങ്ങളുടെ പാപത്തിന് പരിഹാരമാണെന്നും ഇനി അവന് വേണ്ടി ജീവിക്കുമെന്നും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വഴി കാണിക്കാമെന്നുള്ളതല്ല, ഞാനാണ് വഴി. അത് ഞാൻ വഴി കാണിക്കാമെന്ന് പറയുന്നതിനും ഈ ലോകത്തിലെ ഒത്തിരി ശ്രേഷ്ഠരായ മനുഷ്യർ ഞാൻ ഇങ്ങനെ വഴി കാണിക്കാമെന്നും പറഞ്ഞ് പല അഭിപ്രായങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഭിപ്രായം പറയുകയല്ല ചെയ്യുന്നത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി ആ മരിച്ച് പാപത്തിന്റെ ശിക്ഷ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ഒരു പകരക്കാരനായിട്ട് തീർന്ന ആ കർത്താവിനെ കുറിച്ച് ആ ദൈവത്തിന്റെ വചനം പറയും. നോക്കിയാട്ടെ, അവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, അത് എന്നും മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവനെ കൊടുക്കുന്നതാകുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിജോ ബ്രദർ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു. കാരണം ഞാൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്, ഇത് മനുഷ്യന്റെ എഫർട്ട് കൊണ്ടല്ല ഈ രക്ഷ ഉണ്ടാവുന്നത്, മനുഷ്യന്റെ ആശയം കൊണ്ടല്ല, മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും അവന്റെ പരിശ്രമം കൊണ്ട് സാധിക്കുന്ന ഒരു രക്ഷയല്ല ഇത് ഉയരത്തിൽ നിന്നിറങ്ങി വന്നത്, ദൈവത്തിങ്കൽ നിന്നിറങ്ങി വന്നതാണ്. ഈ യവത്തപ്പം മുറിച്ചു കൊടുത്തപ്പോൾ ഈ ഭൂമിയിലെ അപ്പം ഞങ്ങൾക്ക് എന്നാത്തിനാ, സ്വർഗത്തിലെ അപ്പം ഞങ്ങൾക്ക് മോശം തന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് സത്യമായിട്ട് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന അപ്പം ഞാനാകുന്നു. മന്ന കൊടുത്തൊരു നിഴലാണെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് ഒരു ഉദാഹരണം, ഒരു നിഴലാണെങ്കിൽ ആത്മീയമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവൻ്റെ വചനം കേട്ട് അവൻ്റെ ആ വചനം അവനിൽ രൂപാന്തരപ്പെടുത്തി അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആക്കി തീർക്കാനാ കർത്താവ്. നോക്കിയാട്ടെ, യേശുക്രിസ്തുവിൽ ഈ നിത്യജീവൻ ഉണ്ട്. എന്തിനാ നമ്മൾ ഈ എഫർട്ട് എടുത്ത് ഈ അതിരാവിലെ എഴുന്നേറ്റ് എനിക്കിപ്പോൾ കുറച്ചൊക്കെ സുഖമുണ്ട്, എന്നാൽ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് കഠിനമായ വേദനയും സഹിച്ചുകൊണ്ട് ഇരുന്ന് ഇതൊക്കെ പ്രസംഗിക്കുന്നത് എന്തിനാ? ഇത് ഈ ലോകത്തിലെ അപ്പത്തിനേക്കാളും ലോകത്തിൽ കിട്ടുന്ന എന്തെങ്കിലും സുഖ സൗകര്യങ്ങളെക്കാളും ലോകത്തിൽ കിട്ടാവുന്ന എന്തെങ്കിലും ശ്രേഷ്ഠതയെക്കാളും അധികമായിട്ട് നിത്യജീവൻ നൽകുന്ന വചനങ്ങൾ ഇതായതുകൊണ്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഉള്ള ആ സമർപ്പണത്തോടെയും അത് ആരെ നിർബന്ധിച്ച് കേൾപ്പിക്കുവല്ല, അത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വചനം പറയുന്ന പോലെ തന്നെ അത് കേൾക്കാൻ ആരാഗ്രഹിക്കുന്നോ അവരിത് കേൾക്കട്ടെ, അവർ നിത്യതയുടെ അനുഭവത്തിലേക്ക് അവരെത്തിച്ചേരട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് പറയുന്ന ഈ ക്ലെയിമിനെ നമുക്ക് കാണാതെ പോകണ്ട. നമുക്ക് ഏത് ഭക്ഷണം കഴിച്ചാലും ഉച്ചയ്ക്ക് 2-3 മണിക്കൂർ കഴിയുമ്പോൾ 5-6 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വിശക്കും. എന്നാൽ ഈ കർത്താവിനെ ഭക്ഷിക്കുന്നവൻ ആന്തരികമായിട്ട് സന്തോഷവും സമാധാനവും ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി, ആന്തരികമായിട്ട് സംതൃപ്തിയില്ലാതെ ജീവിതത്തിൽ പലതും പരീക്ഷിച്ചു നോക്കി പിന്നെ നിരാശനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, നിന്റെ ആത്മാവിൽ ആനന്ദം പകരുവാൻ, നിന്റെ ആത്മാവിന് വേണ്ട ജീവന്റെ അപ്പമായി തീരുവാൻ എനിക്കല്ലാതെ വേറൊന്നിനും സാധിക്കത്തില്ല. അതൊരു മതഭ്രാന്തല്ല, ഒരു എക്സ്ക്ലൂസിവിറ്റി അല്ല, മറ്റേതെങ്കിലും നിലയിലുള്ള സങ്കുചിതമായിട്ടുള്ള മതചിന്താഗതി പറയുകയല്ല. എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും ഈ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ജീവൻ്റെ അനുഭവം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. നോക്കിയാട്ടെ, ഒത്തിരി നേരം ഇത് പറഞ്ഞാലും കുഴപ്പമില്ലാന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് അടുത്തത് അവിടെ പറയുകയാണ്, നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതെ, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത്. അടുത്തത് പറയുക, എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നതൊക്കെയും പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് പറയും. അപ്പം ചിലർക്കൊക്കെയുള്ള വിചാരമാണ്, കർത്താവ് ഞാനങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് തള്ളിക്കളയുമോ?
പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ ഒരു കോണിൽ 1% ആഗ്രഹം ഈ ദൈവത്തെ അറിയാനായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ആഗ്രഹം പോലും കാണുന്നവനായിട്ടുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. മനസ്സിന്റെ മൂലയ്ക്കെങ്ങാനും 100% അല്ല പറയുന്നത്, മൂലയ്ക്കെങ്ങാനും സക്കായി ആഗ്രഹിച്ച പോലെ കർത്താവ് എന്നെ കാണരുത്, എനിക്ക് കർത്താവിനെ കാണണമെന്ന് വെച്ച് കയറി ഒളിച്ചിരുന്ന ഒരനുഭവത്തിലാണെങ്കിൽ പോലും സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നുള്ള അവനൊരു അപ്പോയിൻമെന്റ് കൊടുത്ത കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വേദന, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം, നമ്മുടെ ഹൃദയത്തിന്റെ വിങ്ങലുകൾ, ഹൃദയത്തിന്റെ ദാഹം കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് അതിനോട് പ്രതികരിക്കുക തന്നെ ചെയ്യും. ഒരു മനുഷ്യനും അതറിയണ്ട, എങ്ങും വിളംബരം ചെയ്യണ്ട. എൻ്റെ കർത്താവേ, നിന്നെ അറിയാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇവരൊക്കെ ഈ തൊള്ള കീറി രാവിലെ ഈ കിടന്ന് കൂകുന്നല്ലോ കർത്താവേ, എന്നാൽ നിന്നെ എനിക്ക് അറിയാനായിട്ടൊരു ആഗ്രഹമുണ്ട് കർത്താവേ, അത് സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നീ അത് വെളിപ്പെടുത്തണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കും. പലവട്ടം ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയുക, തൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും കർത്താവ് തള്ളിക്കളയുകയില്ല. 10-ാം അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊരു പ്രത്യേക ഒരു ഗ്രൂപ്പിനെ പറ്റിയാണോ കർത്താവ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുന്നേ തന്നെ കർത്താവ് നമ്മളെ അറിഞ്ഞു, കർത്താവ് നമ്മളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയായിട്ട് ഈ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കി. ദൈവം നമ്മളെ മുന്നറിഞ്ഞു, നേരത്തെ തന്നെ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കർത്താവിന് അറിയാം. ആ കർത്താവ് സ്നേഹത്തിൽ നമ്മളെ മുൻനിയമിച്ചു. അപ്പം വെറുതെ ഒരു മെക്കാനിക്കലായിട്ട് ദൈവം നമ്മളെ നേരത്തെ അറിഞ്ഞതല്ല, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം നിമിത്തം. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ എഫേഷ്യൻസിലെ ആ വാക്യം വായിക്കുന്നത് എനിക്ക് തോന്നുന്നു 1-ാം അധ്യായം 4-ാം വാക്യമോ 5-ാം വാക്യം എങ്ങാണ്ട് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇൻ ലവ് ഹി പ്രീഡെസ്റ്റിൻഡ് അസ് എന്ന് പറഞ്ഞ ഇൻ ലവ് എന്നും പറഞ്ഞ ആ വേഴ്സ് തുടങ്ങുന്നത് തന്നെ. എന്നാൽ മലയാളത്തിൽ വായിക്കുമ്പോൾ സ്നേഹത്തിൽ നമ്മളെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ എന്നാൽ നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്ത് അത് കാണുന്നത്. അപ്പം ഇതിലൊക്കെ ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല, തനിക്ക് ഉള്ളവരെയൊക്കെ പിതാവ് അറിയുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ സാങ്കത്യം എന്താ? നിശ്ചയമായിട്ടും ഇത് നമുക്ക് ആകസ്മികമായിട്ട് തോന്നാമെങ്കിൽ ഫിലിപ്പിനോട് പറഞ്ഞ പോലെ, അല്ല നഥനയേലിനോട് പറഞ്ഞതുപോലെ, നീ അത്തിയുടെ കീഴിൽ ഇരിക്കും മുമ്പേ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതുപോലെ, നമ്മളൊരു പക്ഷേ ആകസ്മികമായിട്ടായിരിക്കും ഈ ശബ്ദം ഈ രാവിലെ കേൾക്കുന്നത്. എന്നാൽ ഇത് ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ചതും താൻ നിർണയിച്ചതുമായ ഒരു നിലയിലാണ് ഈ കാര്യങ്ങളെ കേൾക്കാനിടയായത്. പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം കർത്താവ് നമ്മളെ അറിഞ്ഞു, നമ്മൾ ഒരു ദൈവപൈതലായി തീർന്ന് നിത്യത വരെയും നമ്മൾ എത്താൻ തക്കവണ്ണമുള്ള എല്ലാ ആത്മീയ നന്മകളും കർത്താവ് നമുക്ക് നൽകുകയും അത് പകരുകയും കർത്താവ് ചെയ്തു എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിനുള്ള എല്ലാ പദ്ധതികളും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. തൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും കർത്താവ് തള്ളിക്കളയുകയില്ല എന്ന്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് കർത്താവ് അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, പോസിറ്റീവായിട്ട് നമ്മൾ അത് കാര്യങ്ങളെ എടുക്കുമ്പോൾ, നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിത് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് വേറൊരു കാര്യമാണ്. എന്നാൽ കർത്താവ് പറയുക, എൻ്റെ മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ ഈ കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ, നീ ലോകത്ത് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നിനക്ക് വേണ്ടി അവൻ്റെ ജീവനെ മറുവിലയായിട്ട് നൽകി. നീ രക്ഷ പ്രാപിക്കുവാൻ, നിന്റെ പാപത്ത് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ആ പാപത്തിൻ്റെ തടസ്സം നീങ്ങി ദൈവപൈതലായിട്ട് തീരുവാൻ നിനക്ക് വേണ്ടി എല്ലാം കർത്താവ് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിന്നെ മുന്നറിഞ്ഞിരിക്കുന്നു, കർത്താവ് നിന്നെ നിയമിച്ചിരിക്കുന്നു. യാതൊരു സംശയവുമില്ല. കേൾക്കുന്ന എല്ലാവരെയും, ഒരു പ്രത്യേക ആളെയെന്നല്ല പറഞ്ഞേക്കുന്നത്, എല്ലാവരെയും. തുടർന്ന് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം കേൾക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പം പോലും ദൈവം നിങ്ങളുടെ ഹൃദയത്തോടെ ഇടപെട്ടുകൊണ്ട് തന്നെയായിരിക്കുന്നത്.
പല പല ചിന്തകളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ദൈവികമായിട്ടുള്ള ചിന്തകളും ഇങ്ങനെയുള്ള ഈ പാപം നിറഞ്ഞ പാപത്തിൻ്റെ ജീവിതം മതി, എനിക്ക് ദൈവത്തെ അറിയണം, എനിക്കൊരു വ്യത്യാസം വേണം എന്ന് പലപ്പോഴും നിന്റെ ഹൃദയത്തിൽ ആ ചിന്ത കൊണ്ടുവരുന്നത് ദൈവം തന്നെയാണ്. പല നിലകളിൽ നിന്റെ ഹൃദയത്തോട് ദൈവം നീ ഉറങ്ങുമ്പോഴും എഴുന്നേറ്റിരിക്കുമ്പോഴും ഏകാന്തമായിരിക്കുമ്പോഴും ഒക്കെ വാദിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. ദൈവത്തിൻ്റെ പൂർണ്ണ കൺട്രോളിലും ദൈവത്തിൻ്റെ പൂർണ്ണ പരിജ്ഞാനത്തിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള പൂർണ്ണമായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ അറിവിലുമാണ് കർത്താവ് നിന്നെ വെച്ചിരിക്കുന്നതെന്ന് പറയാനായിട്ട് ഈ പകൽക്കാലം ആഗ്രഹിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവർ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കും. പ്രിയപ്പെട്ടവരെ, ജീവന്റെ അപ്പമായ ഈ കർത്താവിനെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ട് ഈ ജീവന്റെ അപ്പമായിട്ടുള്ള കർത്താവിനെ നിങ്ങളുടെ മുന്നിൽ ഈ പകൽക്കാലം ഉയർത്തിക്കൊണ്ട് ആ മന്ന തിന്ന, അവര് വലിയ പാരമ്പര്യം പറഞ്ഞ ആ മന്ന തിന്നവർ മരിച്ചുപോയി. എന്നാൽ എന്നെ തിന്നുന്നവൻ, എൻ്റെ വചനം കേൾക്കുന്നു, ജീവന്റെ അപ്പമാകുന്നു, ഞാൻ നിത്യജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഈ ജീവന്റെ അപ്പമായ കർത്താവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ഇന്നു മുതൽ അവനൊരു ഉറപ്പുണ്ട്, എനിക്ക് നിത്യജീവനുണ്ട്. മരണശേഷം എനിക്ക് എന്ത് സംഭവിക്കും, എനിക്കൊരു നിത്യത ഉണ്ടോ എന്ന് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയോട് നിന്റെ ദൈവത്തോടു കൂടെ നിനക്കൊരു നിത്യത, സന്തോഷപ്രദമായൊരു നിത്യത കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതിനാണ് ഈ ജീവന്റെ നായകൻ ഈ ലോകത്തിൽ വന്ന് സകലത്തിന് ലാക്കും കാരണഭൂതനുമായവൻ തൻ്റെ സ്വന്തം ജീവൻ ക്രൂശിൽ അർപ്പിച്ചത് എന്നുള്ള സുവാർത്ത വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അതിലേക്ക് സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.